എല്ലാവർക്കും അറിയാം കോമേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഡയറക്റ്റിംഗ് എന്ന 7ാമത്തെ പാഠത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള 1ാമത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ പാഠത്തിലെ 2ാമത്തെ വീഡിയോയിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. 1ാമത്തെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. ഡയറക്റ്റിംഗ് എന്ന 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: ഡയറക്റ്റിംഗ് മീനിങ്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, Maslow's need hierarchy theory, leadership, qualities of a good leader, elements of communication process, formal and informal communication, meaning. ഇതിൽ നിന്നും ഇന്നത്തെ 2ാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലീഡർഷിപ്പ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, നല്ല നേതാവിൻ്റെ ഗുണങ്ങൾ. ഡയറക്റ്റിങ്ങിൻ്റെ വിവിധ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലീഡർഷിപ്പ്. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ എന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് ലീഡർഷിപ്പ് എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രക്രിയയാണ് നേതൃത്വം. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലീഡർ ടു ഇൻഫ്ലുവൻസ് ദ പെർഫോമൻസ് ആൻഡ് ബിഹേവിയർ ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. അതായത് തൻ്റെ കീഴ്ജീവനക്കാരുടെ പ്രകടനത്തെയും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തെയും സ്വാധീനിക്കാനുള്ള ഒരു നേതാവിൻ്റെ കഴിവിനെയാണ് നേതൃത്വം എന്ന് പറയുന്നത്. നേതൃത്വം എന്നത് ഒരു നേതാവും തൻ്റെ അനുയായികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ലീഡർഷിപ്പ് എന്നത് പ്രധാനമായും ഒരു ലീഡറുടെ ഗുണങ്ങൾ അഥവാ കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഒരു നല്ല നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഭൗതിക ഗുണങ്ങൾ. ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, അപ്പിയറൻസ് ഡിറ്റർമൈൻ ദ ഫിസിക്കൽ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഭൗതിക സവിശേഷതകളായ ഉയരം, ഭാരം, ആരോഗ്യം, രൂപഭാവങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഒരാളുടെ ഭൗതിക വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഒരു നല്ല നേതാവിനുണ്ടാവേണ്ട അടുത്ത ഗുണമാണ് നോളജ് അഥവാ വിജ്ഞാനം. എ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പീറ്റൻസ്. ഓൺലി സച്ച് എ പേഴ്സൺ ക്യാൻ ഇൻസ്ട്രക്ട് സബോർഡിനേറ്റ്സ് കറക്റ്റ്ലി ആൻഡ് ഇൻഫ്ലുവൻസ് ദം. ഒരു നല്ല നേതാവിന് ശരിയായ രീതിയിലുള്ള വിജ്ഞാനവും നൈപുണ്യവും ഒക്കെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള നേതാക്കൾക്ക് മാത്രമേ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശരിയായ തരത്തിലുള്ള നിർദ്ദേശങ്ങളും പ്രചോദനവും ഒക്കെ നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു നല്ല നേതാവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ക്വാളിറ്റിയാണ് ഇൻറ്റഗ്രിറ്റി അഥവാ വിശ്വസ്തത. എ ഗുഡ് ലീഡർ പൊസസ് ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. ഹി ഷുഡ് ബി എ റോൾ മോഡൽ ടു അതേഴ്സ്. അതായത് ഒരു നല്ല നേതാവ് വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഒരു നല്ല ലീഡർക്കുണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ഇനീഷ്യേറ്റീവ് അഥവാ മുൻകൈയെടുക്കൽ. A leader should have courage and initiative so that he can grab the opportunities for the benefit of the organization. അതായത് ഒരു നല്ല നേതാവിന് ധൈര്യവും അതുപോലെ തന്നെ മുൻകൈ എടുക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവസരങ്ങളൊക്കെ മുതലെടുത്ത് തൻ്റെ സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നല്ല ഒരു ലീഡർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഗുണമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അഥവാ ആശയവിനിമയത്തിനുള്ള കഴിവ്. A leader should be a good communicator. He should have the capacity to clearly explain his ideas and make the people to understand his ideas. ഒരു നല്ല നേതാവിന് നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. തൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കാനും അവ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയണം.
ഒരാൾക്ക് ഒരു ലീഡർ ആകണമെങ്കിൽ അത്യാവശ്യം വേണ്ട മറ്റൊരു ഗുണമാണ് മോട്ടിവേഷൻ സ്കിൽസ് അഥവാ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. ദ ലീഡർ ഷുഡ് ബി ആൻ എഫക്റ്റീവ് മോട്ടിവേറ്റർ. ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ദോസ് നീഡ്സ്. ഒരു നല്ല നേതാവ് എല്ലായ്പ്പോഴും ഒരു നല്ല പ്രചോദകനായിരിക്കണം. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുകയും അത് നേടിയെടുക്കുന്നതിന് അവരെ പ്രചോദിപ്പിക്കുകയും വേണം. ഒരു ലീഡർക്ക് വേണ്ട മറ്റൊരു ഗുണമാണ് സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം. എ ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഹി ഷുഡ് നോട്ട് ലൂസ് ഹിസ് കോൺഫിഡൻസ് ഈവൺ ഇൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസ്. ഒരു നല്ല നേതാവിന് വളരെ ഉയർന്ന തോതിലുള്ള ആത്മവിശ്വാസം അത്യാവശ്യമാണ്. വളരെ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ നോക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരിക്കണം. നല്ല ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട എട്ടാമത്തെ ഗുണമാണ് ഡിസിസീവ്നെസ് അഥവാ നിശ്ചയദാർഢ്യം. ലീഡർ ഷുഡ് ബി ഡിസിസീവ് ഇൻ മാനേജിങ് ദ വർക്ക്. വൺസ് ഹി ഈസ് കൺവിൻസ്ഡ് അബൌട്ട് എ ഫാക്ട്, ഹി ഷുഡ് നോട്ട് ചേഞ്ച് ഹിസ് ഒപ്പീനിയൻസ് ഫ്രീക്വൻ്റ്ലി. അതായത് ജോലി ചെയ്യുന്നതിൽ ഒരു നേതാവിന് വളരെ അധികം നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കണം ഒരു നല്ല ലീഡർ. ഒരു നല്ല നേതാവിന് ഈ ഒരു ഗുണം കൂടി ഉണ്ടായിരിക്കണം, സോഷ്യൽ സ്കിൽസ് അഥവാ സാമൂഹിക ഇടപെടലിനുള്ള കഴിവ്. എ ലീഡർ ഷുഡ് ബി സോഷ്യബിൾ ആൻഡ് ഫ്രണ്ട്ലി വിത്ത് ഹിസ് കൊളീഗ്സ് ആൻഡ് ഫോളോവേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് വിത്ത് ദം. എന്ന് വെച്ചാൽ ഒരു നല്ല നേതാവ് തൻ്റെ അനുയായികളോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടുമൊക്കെ സ്നേഹത്തോടും കരുതലോടും കൂടി പെരുമാറാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. ആളുകളെ മനസ്സിലാക്കാനും അവരോട് നല്ല മനുഷ്യബന്ധം പുലർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി ഓർത്തു നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഫീച്ചേഴ്സ് അഥവാ ഭൗതിക ഗുണങ്ങൾ. സെക്കൻഡ്, നോളജ് അഥവാ വിജ്ഞാനം. തേർഡ്, ഇൻറ്റഗ്രിറ്റി അഥവാ വിശ്വസ്തത. ഫോർത്ത് വൺ, ഇനീഷ്യേറ്റീവ് അഥവാ മുൻകൈയെടുക്കൽ. ഫിഫ്ത്ത് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അഥവാ ആശയവിനിമയത്തിനുള്ള കഴിവ്. സിക്സ്ത് വൺ, മോട്ടിവേഷൻ സ്കിൽസ് അഥവാ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. സെവൻത് വൺ, സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം. എയ്ത്ത് പോയിന്റ്, ഡിസിസീവ്നെസ് അഥവാ നിശ്ചയദാർഢ്യം. നയൻത് പോയിന്റ്, സോഷ്യൽ സ്കിൽസ് അഥവാ സാമൂഹിക ഇടപെടലിനുള്ള കഴിവ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ബാക്കി ഫോക്കസ് ഏരിയ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത മൂന്നാമത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വിടാം.